കുവൈറ്റിലെ ദുരന്തത്തിൽ ദാരുണമായി മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അതിലെ കുരിയാത്തിയിലെ അരുൺ ബാബു ഉൾപ്പെടെ വേർപെട്ടതിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ആദ്യം അറിയിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, ഗവൺമെൻറ്, മുഖ്യമന്ത്രി പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് ഞങ്ങളിന്ന് രാവിലെ കൂടുകയും വേർപാടിൽ ദുഃഖം രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ ആ സ്ഥലത്ത് നേരിട്ടെത്തി ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടാനും ശ്രീ ജീവൻ ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിശ്ചയിക്കുകയുണ്ടായി. കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും നാടിൻ്റെയും ദുഃഖത്തിൽ ഗവൺമെൻറ് പൂർണ്ണമായും പങ്കുചേരുകയും ആ മരണപ്പെട്ട ബോഡികൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയുമാണ്. രാവിലെ ഈ വിവരം അറിഞ്ഞുവെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അരുൺ ബാബുവിൻ്റെ മരണം നമ്മുടെ നാട്ടിൽ വ്യാപകമായ റിപ്പോർട്ടിലേക്ക് വരാത്തത്. എന്നാൽ മരണപ്പെട്ട പട്ടികയിലെ ലിസ്റ്റിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞുവെങ്കിലും അത് ഒന്നുകൂടെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കാനും ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യം അറിയിക്കാനും വേണ്ടി തയ്യാറായിട്ടുണ്ട്. എത്രയും വേഗത്തിലെത്തിക്കാൻ ഇന്ന് രാവിലെ കൂടിയ ക്യാബിനറ്റ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിക്കാനും അതനുസരിച്ച് കൊച്ചിയിലൂടെ ഡൽഹിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാലും ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ വീട്ടിലെത്തിക്കുന്നവരെയുള്ള നടപടികൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതെ, ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആരോഗ്യമന്ത്രി അതോടൊപ്പമുള്ള ടീം വിവരങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കാൻ വേണ്ടി എൻ്റെ PA നമ്പരും കൊടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ അരുൺ ബാബുവിൻ്റെ ഭാര്യ വിനീത പൂവത്തൂരാണ് വീട്. ഇന്നലെ രാത്രി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം എൻ്റെ ശ്രദ്ധയിലും പെട്ടതാണ്. കാരണം ഇതാണോ അല്ലെങ്കിൽ ഈ സംഭവം ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന അവസ്ഥ ആയിരുന്നില്ല ആ സമയത്ത്. ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ മരണം ഈ അരുൺ ബാബു ആണെന്ന് ഉറപ്പാക്കിയത്. അതെ, അതെല്ലാം ആരോഗ്യമന്ത്രിയും ശ്രീ ജീവൻ ബാബുവും അവിടെ നിന്ന് നേരിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുക്കും. ആവശ്യമായ എല്ലാ നടപടികളിലും ഗവൺമെൻറ് ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ നോർക്കയുടെയും അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കുന്ന ഒന്നാണല്ലോ. നമ്മളെവിടെയാണെങ്കിൽ അവരുടെ സമ്മേളനം നടത്താൻ വേണ്ടി നടപടികളുടെ ഇടയിലായതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും കുറച്ചുകൂടെ വേഗതയിൽ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്.